ഞാൻ ഉദ്ദേശിച്ച സാധനം അവിടെ അല്ല, പക്ഷെ വേറൊരു ഷോപ്പിലുണ്ട്. പക്ഷേ അത് നല്ലതാണോ ക്വാളിറ്റി ഉള്ളതാണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പൈസനെ കൊണ്ട് പോകേണ്ടി വരും. എനിക്കിഷ്ടമുള്ളത് ഓണെന്നെ അവിടെ നിന്ന് സെലക്ട് ചെയ്യട്ടെ. എന്തായാലും കൊണ്ടുപോയി നോക്കട്ടെ ഗൈസ്. അങ്ങനെ പൈസ വണ്ടി ചാട്ടാക്കി ഗൈസ്. മുഖം ഇങ്ങനെ കുയിന്ത് പോലെ നിൽക്കണം, വേറെ ഒന്നുമല്ല കേട്ടോ. വർക്ക് കഴിഞ്ഞ് വന്ന സമയത്താണ് ഞാൻ ഫുഡ് വേണോയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നുളൊളിച്ചത്. സംഭവം പുറത്തിറക്കാൻ എനിക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ വേണ്ടേ. അപ്പം ഞാൻ പിന്നെ എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിലാകുമ്പോൾ പിന്നെ പൈസ യാതൊരു എക്സ്ക്യൂസും പറയാൻ കഴിയില്ല. എനിക്ക് ഏത് പാതിരാത്രിയായാലും പോയി വാങ്ങിത്തരും. അപ്പം ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ ഗൈസ്. ഇവിടെ നിന്ന് സ്ലോ ആക്കണേ, സ്ലോ ആക്കണം. ആ പെട്രോൾ പമ്പിൻ്റെ അങ്ങോട്ട് പോകും. പെട്രോൾ പമ്പിൻ്റെ അങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് ആ ബൈക്ക് നിർത്തിയിട്ട് അവിടെ ഒന്നുമില്ല. ഒന്ന് അങ്ങോട്ട് തിരിക്കി ആ ഷോപ്പിക്ക് അങ്ങോട്ട് അതല്ലേ ഷോപ്പ്. അതിന് തിരിക്കാൻ പറഞ്ഞേ. അവിടെ ഗ്യാപ്പിൽ സ്ഥലം ആ വഴി എത്തിച്ചു. നിർത്തും. ഒരു ടെഡി ബിയർ വന്നു. അതിൻ്റെ പില്ലോ ഇല്ലേ, അത് ഞാൻ അവിടെ കണ്ടു. ആ പില്ല മറ്റേ പില്ലോ മദർ കെയറിൻ്റെ പില്ലോ. മറ്റേ ഇതില്ലേ മദർ കെയർ പില്ലോ അതുണ്ട് ഉണ്ട്. ഞാൻ ചോദിച്ചിട്ടാണ് നമ്മൾ വന്നത്. അതൊക്കെ അപ്പം പൈസ വിചാരിച്ചിരിക്കണത് ഞാൻ ആ പില്ലോ വാങ്ങാനാണ് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകണമെന്നാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കളക്ഷൻസൊക്കെ പൈസ കാണാൻ ഇഷ്ടമായപ്പോൾ പിന്നെ ടോയ്സിൻ്റെ ഭാഗത്തേക്കാട് പോയി. ആ തക്കത്തിൽ ഞാൻ പിന്നെ ആ കാക്കാനോട് ഞാൻ എടുത്ത് വെച്ച് 2 കാറൊന്നും എടുത്ത് കാണിക്കുമോയെന്ന് ചോദിച്ചു. ഏതാ നല്ലത് നോക്കിയിട്ട് ഞാൻ എടുത്തിട്ട് കൊള്ളാണ്ട് വെച്ചിട്ട് പരനാടും കൂട്ടിയിട്ട് വന്നു. അപ്പോൾ അപ്പോഴാണ് പൈസ അറിയണത് ഞാൻ വാങ്ങിത്തരാനാണ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ പൈസയുടെ അതിൽ ഏത് ഇഷ്ടമായത് ഇതിലെടുക്കുമെന്ന് പറഞ്ഞു. പൈസ പിന്നെ അതിലേതൊന്ന് സെലക്ട് ചെയ്തു. പിന്നെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഓന് ഇതൊക്കെ തന്നെ തിരിഞ്ഞു ഗൈസ്. നല്ല അടിപൊളി കളക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ ടോയ്സിൻ്റെ. അപ്പോൾ BMW കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കി. ഞങ്ങൾക്ക് പിന്നെ ഇത് കണ്ട പ്രാന്താണ് ഗൈസ്. അപ്പോൾ പൈസ സെലക്ട് ചെയ്ത സാധനം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പൈസ ഇതുമ്മേലെ എന്നെ പോരുന്നില്ല ഗൈസ്. എനിക്കിത് എന്തായാലും ഇഷ്ടമാണ്. ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച സാധനം ഇത് തന്നെയാണ് കേട്ടോ അവിടെ വാങ്ങാൻ പോയത്. അവിടെ നോക്കിയപ്പോൾ അതില്ല. എങ്ങനെയുണ്ട് പൈസ? സർപ്രൈസ് എങ്ങനെയുണ്ട്? പറ സർപ്രൈസ് എങ്ങനെയുണ്ട്? എൻ്റെ ഈ സർപ്രൈസ് എന്തായാലും മൂഞ്ചി. പക്ഷെ ഞാൻ വിചാരിച്ച് ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് സെലക്ട് ചെയ്യിപ്പിക്കാം. മറ്റെന്തായാലും ഞാൻ വീഡിയോ എടുത്തൊക്കെ വെച്ചിന് കൊളായത്. അപ്പോൾ ഇത് മൂഞ്ചിട്ടില്ല. പൈസനൊക്കെ ഇഷ്ടമാണ്. ഞാൻ കണ്ട് പൈസ പിന്നെ അവിടെ നിന്ന് പോരുന്നില്ല കൈസ. ഓൻ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് നിൽക്കുക. പിന്നെ ഞാൻ പറഞ്ഞാൽ ബാക്കി നമുക്ക് പെരയെത്തിയിട്ട് ഉറ്റ പൈസ പോവാന്ന്. സത്യം പറഞ്ഞാൽ പൈസനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം ഉപ്പ വാങ്ങിക്കൊടുത്തിരുന്നു, പിന്നെ അളിയനാണ് വാങ്ങിക്കൊടുക്കലൊക്കെ കേട്ടോ. പിന്നെ ഇപ്പം കിട്ടിയത് ഇപ്പോഴാണ് ഗൈസ്. മൂഞ്ചിയെ മോത്തെ കണ്ടോർക്കത് സംഭവം മൂഞ്ചിയെ ഞാനാണ്. എനിക്കിപ്പോഴാണ് സമാധാനം. ഇനി എനിക്ക് തിന്നണം. എനിക്ക് വിശപ്പ്, നല്ലോണം വിശപ്പുണ്ട്. ഇപ്പം മനസ്സിലായോ ഞാൻ മൂഡ് ഓഫ് ആയി കുത്തുന്നത്. എനിക്ക് ഫുഡിന് എന്ത് വാങ്ങി തന്നെ ഞാൻ തിന്നും. സമാധാനമായത് ഇപ്പോഴാണ്. കിട്ടിയ കിടി പോയി നിൽക്കുക എൻ്റെ പൈസ. പോവാം. ഇഷ്ടമാണോ അതോ ഇഷ്ടം പെടാത്തോണ്ടാണോ മുഖം ഇങ്ങനെ? അതോ മൂഞ്ചിയുണ്ടോ? പ്രതീക്ഷിക്കരുത് കാക്കോ. വാ. അപ്പോൾ ബബ്ലുവിൽ നിന്നാണ് ഞങ്ങൾ ടോയ്സ് എടുത്ത കഴിച്ചത്. നല്ല അടിപൊളി കളക്ഷൻസാണ്. ലൊക്കേഷൻ വരുന്നത് അരീക്കോട് എടവണ്ണപ്പാറ റോട്ടിലാണ് കേട്ടോ, മദർ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് വാങ്ങി വീട്ടിലേക്ക് പോവാണ് ഗൈസ്. വീട്ടിലെത്തി ഗൈസ്. പൈസ എങ്ങനെയുണ്ട് എൻ്റെ കുഞ്ഞി സർപ്രൈസ്? പൈസ എന്തായാലും ഫസ്റ്റത്തേലും മൂഞ്ചി. അപ്പം ഞാൻ പൈസനെ കൂട്ടിയിട്ട് പോരാ. ഷോപ്പിൽ പോയപ്പം ഫുള്ള് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കൈ. ചെക്കൻ പോയിട്ടില്ല അവിടുന്ന്. കാറ്
അപ്പം ഇതാണ് ഞാൻ ആദ്യം ലക്ഷ്യം വെച്ച് പോയത്, ഡിഫൻഡർ. സത്യം പറഞ്ഞാൽ ഈ ഡിഫൻഡർ ഞാൻ പൈസ മുന്നേ ഞങ്ങൾ ഷോപ്പിൽ പോയപ്പോൾ അവിടെ നിന്ന് ഉരുട്ടി കളിച്ചിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് വാങ്ങണമെന്ന് മനസ്സിലുണ്ട്, പക്ഷേ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ എന്താക്കിയാൽ അത് വാങ്ങില്ല. പിന്നെ ബർത്ത്ഡേക്കൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ലക്ഷ്യം വെച്ചിട്ട് പോയതാണ് ഗൈസ്. പക്ഷേ സാധനം അവിടെ ഇല്ല അവൻ്റെ അടുത്ത്. പിന്നെ ഞാൻ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ സാഡായി പോരുന്ന സമയത്താണ് ഇത് കണ്ടത്. എന്നിട്ട് അവിടെ ഓട്ടോറിക്ഷ ഇറങ്ങി, അവിടെ നിന്ന് ചോദിച്ചു, റേറ്റ് ചോദിച്ചു. അങ്ങനെ അപ്പോൾ 2 അവിടെ സ്ഥലത്തേക്ക് വെച്ചു. എന്നിട്ട് ഞാൻ പൈസനെ കൂട്ടിയിട്ട് രാത്രിക്ക് ചെല്ലാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കഴിച്ചത് ഗൈസ്. അങ്ങനെയാണ് ഞാൻ രാത്രി പൈസനെ കൂട്ടിയിട്ട് പോയത്. എങ്ങനെയുണ്ട് എൻ്റെ കുഞ്ഞ് സർപ്രൈസ് എന്തായാലും മൂഞ്ചിന്. പക്ഷേ പൈസ ഷോപ്പിൽ കൊണ്ടുപോയപ്പം ഓനക്ക് ഇഷ്ടമുള്ളത് ഓനെ പർച്ചേസ് ചെയ്യട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ വാങ്ങിയതാണ്. അത് കാണിച്ചിട്ട് ബോയിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.